നമസ്കാരം. നമ്മുടെ യാത്ര അങ്ങനെ ഇടുക്കി ജില്ലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇടുക്കി തൊടുപുഴയിൽ നമ്മൾ അഖിൽ സ്കറിയെ കാണാൻ വന്നതാണ്. കഴിഞ്ഞ സീസണിലെ മാൻ ഓഫ് ദ സീരീസ്, 25 വിക്കറ്റ്, 314 റൺസ്. കേരള ക്രിക്കറ്റിന്റെ ഹാർദിക് പാണ്ഡ്യയാണ് നമ്മുടെ പ്രിയപ്പെട്ട അഖിൽ. അഖിലേ, ഞങ്ങൾ അവസാനം വന്ന് തൊടുപുഴയിലെത്തി. എന്താണ് അഖിലേ, സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരുക്കങ്ങളൊക്കെ നടത്തി തുടങ്ങിയല്ലേ? ഒരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. പ്രാക്ടീസ് എങ്ങനെ പോകുന്നു? പ്രാക്ടീസ് നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ കൊരട്ടിയിൽ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫാസ്റ്റ് ബോളേഴ്സ് ക്യാമ്പ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്തായിരുന്നു. അപ്പോൾ 2 ദിവസം അവിടെ ചെയ്തു. പിന്നെ ഒരു ടീം ബോണ്ടിങ് സെഷൻ ഉണ്ടായിരുന്നു നേര്യമംഗലത്ത്. വന്നത് ഇവർക്ക് അതിനുവേണ്ടി സ്കൂളിലൊരു സെലക്ഷൻ ഉണ്ടായിരുന്നു. ഈ സ്കൂളിൽ മറ്റേ ഡിസ്ട്രിക്ട് ടീമിൻ്റെ ആൾക്കാർ വന്ന് ഒരു സെലക്ഷൻ നടത്തും. അവിടെ ഈ കളിയോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ടങ്ങ് ഒരു സെലക്ഷൻ എൻ്റെ കൂട്ടുകാരന്മാരെ നിർബന്ധിച്ചു. നീ കളിക്കാറുള്ളതല്ലേ, അപ്പം ജസ്റ്റ് ഇറങ്ങി നോക്ക്, എനിക്ക് എങ്ങാനും കിട്ടിയാലോ എന്നുള്ള ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേനും എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഇറങ്ങി നോക്കി. അപ്പം എല്ലാ ബോളും നല്ല സ്ഥലത്ത് തന്നെ പറഞ്ഞപ്പോൾ അവർ ഇമ്പ്രസ്ഡായി. അപ്പോൾ എന്നെ ഡിസ്ട്രിക്ട് ക്യാമ്പിലോട്ട് വിളിച്ച് അപ്പം അങ്ങനെ കളി തുടങ്ങി. ആരാണ് ഏറ്റവും കൂടുതൽ ഒരു കരുത്തായത് അഖിലിൻ്റെ ഈ ലൈഫിൽ? അത് തുടങ്ങിയപ്പോൾ ഫ്രണ്ട്സ് ഒരുപാടുണ്ടായിരുന്നു. അവർ പറയും കളിക്ക് നീ രക്ഷപ്പെടണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കളി തുടങ്ങി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അമ്മയുടെ വേർപ്പാണ് അഖിൽ സ്കറിയുടെ വിജയം എന്ന് പറഞ്ഞാൽ 100% ശരിയാണ്. കാരണം അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചില സമയത്ത് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പം വിഷമം വരും. കാരണം ഈ കളി തുടങ്ങിയ സമയത്തുള്ള സിറ്റുവേഷനും ഇപ്പം എങ്ങനെ എത്തി നിൽക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷനും കൂടെ ഇടയ്ക്ക് ആലോചിക്കില്ലായിരിക്കുമ്പോൾ അപ്പം ഇടയ്ക്ക് കണ്ണ് നിറയാറുണ്ട്. അമ്മ തനിച്ചാണ്? അമ്മ തനിച്ചാണ് അഖിലിനെ വളർത്തിയതും അതെ അഖിലിനെ മുന്നോട്ടേക്ക് നടത്തിച്ചതും. അതെ. അമ്മ എന്തായിരുന്നു തൊഴിലെടുത്തിരുന്നത്? അമ്മ ആ സമയത്ത് ഇപ്പോഴും പപ്പട കമ്പനി, ഇവിടെ അടുത്തൊരു മുരളി പപ്പടം എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അപ്പോൾ അവിടെ ജോലിക്ക് പോകാറുണ്ട്. അതിന് ഞാൻ പിന്തുണച്ച് അവൻ എന്തോരം പോകാൻ പറ്റും എന്ന് അവൻ പറഞ്ഞു. എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രയാസമുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു എവിടെ വരെ എത്തും, അവിടെ വരെ പോ. അഖിലിന്റെ പ്രകടനം KCL ആണ്. 2 സീസണിൽ 50 വിക്കറ്റ് അല്ലേ? ആദ്യ സീസണിൽ 25, രണ്ടാമത്തെ സീസണിൽ 25, 3-ാം സീസൺ എത്തുകയാണ്. ഇപ്പൊ 75ലേക്ക് എത്ര തവണ? അത് ഞാൻ ഒന്നും പ്ലാൻ ചെയ്ത് സംഭവിക്കണമല്ല. ഞാൻ എൻ്റെ പ്രോസസ്സിൽ അല്ലെങ്കിൽ എൻ്റെ സ്ട്രെങ്ത്തിൽ വിശ്വസിച്ച് ചെയ്യും. ഇപ്പോൾ റിസൾട്ടിനെ പറ്റി ഞാൻ ബോധേഡ് ആവാറില്ല. അത് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് കറക്റ്റാണെങ്കിൽ അത് തനിയെ ഫോളോ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഈ വർഷവും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ എനിക്ക് ഇത്ര വിക്കറ്റ് എടുക്കണം എന്നുള്ള ടാർഗറ്റൊന്നുമില്ല. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഗ്രൗണ്ടിൽ കൊടുക്കുക, അതിനുള്ള റിസൾട്ട് എന്തായാലും ഞാൻ സ്വീകരിക്കും. കരഞ്ഞ് കലങ്ങിയ ഒരുപാട് നാളുകൾക്ക് ശേഷം അഖില് അമ്മയും മനസ്സറിഞ്ഞ് ചിരിക്കുന്ന ദിവസങ്ങളാണ്. അത് തുടരട്ടെ, അഖിലിന്റെ ചിരി തുടരട്ടെ. കേരള ക്രിക്കറ്റിന്റെ രാശി ഇങ്ങനെ തെളിഞ്ഞു ഇനി ഉയരങ്ങളിലേക്ക് വരട്ടെ. ഞങ്ങൾ വീണ്ടും വരും ഇവിടെ. IPL താരമാകുമ്പോഴും ഇന്ത്യൻ താരമാകുമ്പോഴും നമ്മുടെ യാത്ര തുടരുകയാണ്.